ജീവിതത്തിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഞെട്ടിച്ചോ എന്ന് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇപ്പൊ ഞെട്ടിക്കാൻ ഇതിപ്പോ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ്, അത് തന്നെ എന്റെ ലൈഫിൽ സംഭവിക്കണമെന്നൊന്നുമില്ല. അല്ല, അങ്ങനെ എനിക്കിപ്പോ എന്നെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പോ ബോംബെയിൽ നടന്ന ബോംബാക്രമണം എനിക്ക് ഞെട്ടിച്ചു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം, ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ള സത്യം. പക്ഷെ ഇത് ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അറിഞ്ഞാണ് പിന്നെ പത്രത്തിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് അത് അറിഞ്ഞിരുന്നു. മലയാളി സമൂഹം ആരും അങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്, അങ്ങനെയല്ല ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു വിഷമം ഉണ്ടായോ, അല്ലെ ഇങ്ങനെ ഒരു റിസ്ക് ഇക്കാര്യത്തിൽ ഉണ്ടല്ലോ എന്ന്? എല്ലാത്തിലും ഒരു ശതമാനം റിസ്ക് ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ഞാനൊരു തമാശ പറയാം, ഇപ്പൊ അത് ആർക്കൊക്കെ എന്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഭയങ്കര റിസ്ക്കാന്നാ പറയുന്നത്. അപ്പൊ അത് എന്താണ്, അതൊരു മൊത്തത്തിലുള്ളൊരു ഒരു സംഭവം. അങ്ങനെ ഇപ്പൊ ചില ആളുകളെ പറ്റി പറയുമ്പോൾ പറയത്തില്ലേ ഭയങ്കര ജാടയാണ്. ഒരു ജാട ഉണ്ടാവില്ല, നമ്മൾ സംസാരിച്ച് ജീവിതത്തിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലൊരു തോന്നലാണ് വലിയ ജാടയാണ് എന്ന് പറയുന്ന പോലെയാണ് ചിലപ്പോ കല്യാണം. അങ്ങനെ ഒരു തമാശയുണ്ട് എനിക്കറിയാവുന്ന. കല്യാണം ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച് മാരേജ് ഉണ്ട്. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെത്താൻ കിണറ്റിലോട്ട് എടുത്ത് ചാടുക. അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ 3-4 പേരെടുത്ത് തള്ളി കിണറ്റിനകത്തേക്ക് ഇടുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കെട്ടിച്ചാട്ടാണെന്ന് തോന്നുന്നവർക്ക് കെട്ടിച്ചാട്ടാണ്. അതൊക്കെ ഒരു പുരുഷ കേന്ദ്രിതമായ വ്യാഖ്യാനങ്ങളാണ്. അതാണ് വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നവ്യ വിചാരിക്കുന്നുണ്ടോ? ഇതൊരു പുരുഷൻ ഒരു ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ നാച്ചുറൽ. രണ്ടുപേരും ആണുങ്ങളും പറയത്തില്ല അയ്യോ കല്യാണം കഴിച്ചു സകലതും പോയി എന്ന് പറയുന്ന എത്ര ആണുങ്ങളുണ്ട്. ഇപ്പോൾ ഈ ജാടയുണ്ട് എന്ന് ചിലരെ പറ്റി പറയും എന്ന് നവ്യ തന്നെ പറഞ്ഞല്ലോ. നവ്യയ്ക്ക് ജാടയുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കുള്ള മറുപടി എന്താ? അതിപ്പോ അതെന്നെ കാര്യം. എനിക്ക് ജാടയുണ്ടെന്ന് പറയുമ്പോ കുറെ പേര് ജാടയുണ്ടെന്ന് പറയും, കുറെ പേര് എന്നെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുന്നവരങ്ങനെ പറയാറില്ല. പിന്നെ നേരത്തെ പറഞ്ഞിട്ടില്ല, എന്നാലും ഈ തുറന്നു പറയുമ്പോ എപ്പോഴും അതിനൊരു വേറൊരു രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് ഒന്നുകിൽ ഞാൻ നന്നാവുക എന്ന് വെച്ചാൽ ഞാൻ ഒന്നും തുറന്നു പറയാതെ ഒരുപാട് പ്രിറ്റൻഡ് ചെയ്ത് ജീവിക്കുക. അപ്പൊ ഒരുപാട് പ്രിറ്റൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം ഇല്ലാതാവുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത്രയും പ്രിറ്റൻഡ് ചെയ്യുന്നില്ല, എന്നിട്ടും ഞാൻ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലതും എനിക്ക് കഴിഞ്ഞ ചോദ്യങ്ങൾ പോലും പലതും എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം അപ്രിയ സത്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട്, പരസ്യമായ ഒരുപാട് രഹസ്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത്രേ ഉള്ളൂ. നവി പറയുന്നത് ചെറിയൊരു അളവിലെങ്കിലും പ്രിട്ടൻഷൻ വേണ്ടി വരുന്നു, അപ്രിയ സത്യങ്ങൾ പറയാൻ അധൈര്യമുണ്ട് എന്നാണ്. അനുഭവങ്ങളിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായത്? എന്തനുഭവങ്ങൾ? തീർച്ചയായിട്ടും എന്തനുഭവങ്ങളിൽ നിന്നാണെന്ന് പറയും. അല്ല, ഒരുപാട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ഞാൻ കൊടുത്ത പല ഇന്റർവ്യൂസ്, അപ്പൊ അതിനകത്ത് ചോദിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് നടത്തിയ ഒരു ആരോപണമാണെങ്കിൽ അതങ്ങനെയല്ല, ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഞാൻ പറയാൻ ശ്രമിച്ചു. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് കുറച്ചുകൂടെ മുതിർന്നപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല ഒന്നും. ഒരുപക്ഷെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ സ്വയം ചില തിരുത്തലുകൾ നമ്മൾ വരുത്തുന്നു. അപ്പോൾ നവ്യ തന്നെ പറഞ്ഞു ചില കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ മടിക്കുന്നു എന്ന്. ഒരുപക്ഷെ നേരത്തെ നവ്യ ഈ അഭിമുഖങ്ങളിലൊക്കെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ആധികാരികമായിട്ട് വളരെ തുടർച്ചയായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ആ രീതി മാറിയിട്ടുണ്ടോ എന്നിപ്പോ ഞാൻ ചോദിക്കണം, എനിക്കറിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ മാറ്റം നല്ലതാണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം. എന്തായാലും ഞാൻ പർപ്പസ്ഫുള്ളി കുറെയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനെ കുറിച്ചൊക്കെ ഞാൻ അറിയാതൊക്കെ വിളിച്ച് പറയുന്നു. എന്തിനായതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞാൽ 15 വയസ്സിൽ വന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഞാൻ പഠിച്ചു വന്ന കോൺവെന്റ് സ്കൂളിൽ ടീച്ചേഴ്സ് ഇങ്ങനെ ചോദ്യം ചോദിക്കും. അപ്പൊ ഈ വലുതായിട്ട് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും ഇപ്പൊ കെമിസ്ട്രിയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഏകദേശം ഒരു ബന്ധമുള്ള അറിയാവുന്ന ഒരു ആൻസർ പെട്ടെന്ന് പറയുക എന്നുള്ളതാണ്. അറിയാൻ വയ്യ എന്ന് പറയുന്നത് ഒരു കുറച്ചിലായിട്ട് ഞാൻ കരുതിയിരുന്നു. അത് വാസ്തവമാണ്. പക്ഷെ പല കാര്യങ്ങളും അറിയാൻ വയ്യെങ്കിൽ അറിയാൻ വയ്യ എന്ന് പറയാൻ ഇപ്പൊ എനിക്ക് മടിയില്ല. സിനിമാ വ്യവസായ രംഗത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ എല്ലാവരും പറയും എല്ലാവരും ആ ചേട്ടൻ ഈ ചേട്ടൻ എല്ലാം വളരെ സ്നേഹമുള്ളവരാണ്, മോളെ എന്നേ വിളിക്കൂ എന്നൊക്കെ പറയും. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ കിട്ടേണ്ട ബഹുമാനം അവരൊക്കെ തരുന്നതായിട്ട് സത്യസന്ധമായിട്ട് പറയാൻ കഴിയുമോ മലയാള സിനിമയിൽ? അതിപ്പം സിനിമ എന്നല്ല, എവിടെയാണെങ്കിലും സക്സസ് ഉള്ളിടത്ത് എല്ലാവരും ഉണ്ട്. സക്സസ് ഉണ്ടെങ്കിൽ ബഹുമാനവും ഉണ്ട്, സക്സസ് ഉണ്ടെങ്കിൽ പണമുണ്ട്, സക്സസ് ഉണ്ടെങ്കിൽ ഫെയിം ഉണ്ട്, സക്സസ് ഉണ്ടെങ്കിൽ കൂട്ടുകാരുണ്ട്. പക്ഷെ സക്സസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടാവും. എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഇപ്പോൾ കാവ്യ മാധവൻ ഇതേ പരിപാടിയിൽ തന്നെ അവരുടെ ചില വിഷമങ്ങൾ പങ്കുവെക്കുകയുണ്ടായിരുന്നു. അവരെല്ലാവരും സ്നേഹിച്ചു, മലയാളികളും സ്നേഹിച്ചു. പക്ഷേ
അവരുടെ കാര്യത്തിൽ വരുമ്പോൾ പാവമായതുകൊണ്ട് കൃത്യമായ സമയത്ത് സെറ്റിൽ വന്നോണം, എത്ര സമയം വേണമെങ്കിലും മേക്കപ്പ് ഇട്ടിരുന്നു വേണം, മറ്റു ചിലർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അങ്ങനെയുള്ള തിക്ത അനുഭവങ്ങൾ നവിക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്കില്ല. പിന്നെ ആ ഒരു കാര്യം എനിക്ക് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൂന്നാമത്തെ സിനിമ നന്ദനം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്പിളിയങ്കിള് ജഗദീഷ് ശ്രീകുമാർ, അപ്പൊ അമ്പിളിയങ്കിൾ ആ ലൊക്കേഷനിൽ വന്നു. അപ്പൊ ഞാൻ രാവിലെ 7:30 മണിക്ക് ലൊക്കേഷനിൽ വന്ന് മേക്കപ്പ് ഇടാൻ നോക്കിയപ്പോൾ എന്റെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞൊരു 8 മണിയായപ്പോൾ അമ്പിളിയങ്കിൾ എത്തി ലൊക്കേഷനിൽ. അമ്പിളിയങ്കിൾ അതിനകത്തെ ഗെറ്റപ്പ് കണ്ടാണോ നന്ദന? അതിന്റെ ഗെറ്റപ്പ് അറിയില്ല, ഇങ്ങനെ ഒരു പിന്നെ ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് പോലത്തെ ഒരു തലയിൽ വെക്കുന്ന ഒരു വിഗും, വലിയൊരു നീല പൊട്ടും, ഒരു വെള്ള, എനിക്കിപ്പോ ഇവിടെ ഓർമ്മയുണ്ടത്, വെള്ള ഒരു ജുബയൊക്കെ ഇട്ടിട്ട് കയ്യിൽ കുറെ അത് ഇത് രുദ്രാക്ഷം, മറ്റേ കഴുത്തിൽ കുറെ രുദ്രാക്ഷമൊക്കെ ഇട്ടിട്ട് ഈ മനുഷ്യൻ 8:30 മണിയായപ്പോൾ റെഡിയായി. വൈകുന്നേരം 4 മണിയായിട്ട് ഷോട്ടായില്ല. അപ്പം ഞാൻ അമ്പിളിയങ്ങളുടെ അടുത്ത് പോയി ചോദിച്ചു, എത്ര നേരമായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു, ഇതുവരെ പിന്നെ ഷോട്ട് എടുത്തില്ലല്ലോ, ദേഷ്യം വരുന്നില്ല അമ്പിളിയങ്ങളിന് ചോദിച്ചു. എനിക്കെന്തിന് ദേഷ്യം വരണം? എൻ്റെ തൊഴിലല്ലേ ഇത്, എനിക്ക് കാശ് തന്ന് അവരെന്നെ വിളിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ ഷോട്ട് എടുക്കും. പിന്നെ എൻ്റെ ഡേറ്റ് തീരുന്നവരെ ഞാനിവിടെ നിൽക്കും. എൻ്റെ ഡേറ്റ് തീർന്നു കഴിയുമ്പോൾ എന്നെ ആരാണോ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് അവരുടെ കൂടെ ഞാൻ പോകും എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം എൻ്റെ സിനിമയിലെ കരിയറിലെ മൂന്നാമത്തെ സിനിമയിൽ തന്നെ സംഭവിച്ചത് കൊണ്ട് എനിക്ക് പിന്നീട് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ആ വർക്ക് എത്തിക്സ് പൂർണ്ണമായിട്ട് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ ചില സമയത്ത് രാത്രിയിൽ 3 മണി വരെ 4 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് 3 മണിക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ചേട്ടാ, അത്രയും നേരത്തെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ തീരെ നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ ഞാൻ പറയും. പക്ഷെ ഒരാൾ പറയും, മോളെ ഇന്നൊരു ദിവസവും കൂടെ ഇന്ന ആളുടെ ഡേറ്റ് ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം, ഇന്നുകൊണ്ട് ഇത് ഈ പുള്ളിയുടെ കോമ്പിനേഷൻ ഇന്നുകൊണ്ട് തീർക്കണം എന്നൊക്കെ പറയുമ്പോൾ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി അല്ലേ. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മളത് ചെയ്യും. കുറേ പേര് സിനിമയിൽ മാക്സിമം ഞാൻ കണ്ടിരിക്കുന്നവരും അറിയാൻ വയ്യാത്തതായിട്ടും അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ പാവമാണെന്നുള്ളൊരു അഭിനയമാണ്.